ഹലോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇടുന്നത് കാണിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, എവിടെ പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോകുമ്പോൾ ആകെ ഒറ്റൊരു മേക്കപ്പാണ് ഞാൻ ഇടുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിക്കാൻ പോവാം. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ക്രീമും കുറേ ഐലൈനറും കവളത്ത് അങ്ങനെ കളർ കൊടുക്കുന്ന സംഭവം അതൊക്കെ തേച്ചാലേ മേക്കപ്പ് ആവുള്ളൂ. ഇത് വരെ ജസ്റ്റ് ഒന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ എൻ്റെ മുഖത്തൊരു ഭംഗി വരുത്തൽ അത് മാത്രമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുഖം കഴുകി വന്നതായിരുന്നു. അപ്പോൾ അത് നന്നായി തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കൺമഷിയാണ്. കൺമഷി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടവും നിർബന്ധമാണ്. കൺമഷി എഴുതിയാലാണ് എനിക്കൊരു എൻ്റെ മുഖം ഒരു പൂർണ്ണതയിലെത്രയിൽ കണ്ണെഴുതണം. അപ്പോൾ അത് കണ്ണെഴുതുമ്പോൾ കണ്ണിൻ്റെ മുകളിൽ കൂടെ പുറത്തു കൂടെ എഴുതില്ല, പക്ഷേ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ താഴെയും മേലെ ഇങ്ങനെ ഉരുട്ടി എഴുതും. കാരണം എൻ്റെ കണ്ണിൻ്റെ മേലെയും താഴെയും കൺമഷി ആകുമ്പോൾ എനിക്കൊരു ഇഷ്ടമാണ്. ഈ പുറത്തു കൂടെ എഴുതില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത്തിരി പരന്നത് അത് എന്തായാലും എഴുതുമ്പോൾ പരക്കും. കാരണം ഞാൻ തീപ്പെട്ടിക്കുള്ളിയും കൊണ്ടാണ് എഴുതാറ്. തീപ്പെട്ടിക്കുള്ളി കാണാനില്ലാത്ത സാഹചര്യത്തിൽ ആ കൺമഷി വെച്ച് തന്നെ എഴുതിയതാണ് കേട്ടോ. അതിനുശേഷം പൊട്ട്, ഒരു വട്ടപ്പൊട്ട് അതെടുത്ത് അങ്ങോട്ട് തൊടാം. ഒരു ക്രീമും തേച്ചിട്ടില്ല, പൗഡർ ഇട്ടിട്ടില്ല, വെറും കൺമഷിയും പൊട്ട് മാത്രം ഇപ്പായിട്ട്. അപ്പോൾ വീണ്ടും കൺമഷിക്ക് ഒരു കുറവ്, കാരണം എനിക്ക് കണ്ണ് നന്നായി കറുത്തിരിക്കണം. അപ്പോൾ വീണ്ടും കൺമഷി എടുത്ത് ഒന്നും കൂടി ടച്ചപ്പ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ വീണ്ടും ഒന്ന് തേച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ കുങ്കുമം, നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കാറുള്ള, എല്ലാവരും ഈ ഒരു മുഖത്ത് ഇത് മാത്രമാണ് ബോറെന്നും പറയാറുള്ള ഒരു സംഭവമാണ് കുങ്കുമം. പക്ഷേ എൻ്റെ മനസ്സും കൊണ്ട് ഇത് ഭയങ്കര തൃപ്തിയാണ്. ഇതൊന്നും ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര ഒരു ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഈ കുങ്കുമം ഇത്രയും വാരി തേച്ച് പിന്നെ ഇതാ കുറച്ച് പരന്നിട്ടുണ്ട്, അപ്പോൾ തുടച്ച് ക്ലീനാക്കി അങ്ങനെ കുങ്കുമം ഇട്ട് അത് കഴിഞ്ഞിട്ട് കുങ്കുമം കൊണ്ട് തന്നെ ഒരു കുറി അത്ര മതി, ചെറുത്. അതിനുശേഷം ചന്ദനം എടുത്തിട്ട് ഒരു കുറി തൊടും. ഞാനേ ഇതിൻ്റെ ഒപ്പം പറഞ്ഞു വന്നതാണ്, പക്ഷേ മക്കളുടെ ശബ്ദം കൊണ്ട് അത് മാറ്റേണ്ടി വന്നു. ചന്ദനം തൊട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കേട്ടോ. ഇനി മുടി എവിടെ പോകുമ്പോഴും ആകെ ഒരേ ഒരു ഹെയർ സ്റ്റൈലാണ്. നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണെങ്കിലും ഇനി മുടി ഉണങ്ങി നിൽക്കുകയാണെങ്കിലും ആകെ ഒറ്റൊരു ഹെയർ സ്റ്റൈലേ ഉള്ളൂ കേട്ടോ. ആ സ്റ്റൈലാണിത്. പിന്നെ ഒരു 2 മുടി വലിച്ച് മുന്നോട്ടിടും, ആരൊന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിൽ എൻ്റെ കാപ്പി ഉണക്കാനുള്ള നെറ്റി മൊത്തം പുറത്തായിരിക്കും. ഭയങ്കര നെറ്റി വലിപ്പാണ് എനിക്ക്. അപ്പോൾ അതോ എവിടെ പോകാനും എൻ്റെ ആകെ ഒരു ഹെയർ സ്റ്റൈലാണ് മക്കളെ ഈ സംഭവം. ഇങ്ങനൊരു മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ പോകുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. കാരണം വേറെ എങ്ങനെ കെട്ടിയാലും എനിക്കൊരു തൃപ്തിയാവാത്ത പോലെ കേട്ടോ. അങ്ങനെ മുടിയും കെട്ടി മുടിക്കൊടുക്കിട്ടതിന് ശേഷം ഒരു കുഞ്ഞി കമ്മൽ റിങ്ങാണ് അതൊട്ട് ഒരു ചെറിയൊരു മാലയിട്ട് ഇനി എവിടെ വേണമെങ്കിലും പോവാം. ഇത്രയുള്ള എൻ്റെ ഒരുക്കം, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ക്രീമോ പൗഡറോ ഒന്നും ഇടില്ല, ലിപ്സ്റ്റിക്ക് പോലും ഇടില്ല. കണ്ണെഴുതണം, പൊട്ട് തൊട്ടണം, കുങ്കുമം തൊടണം, കുറി തൊടണം. ഇതാണ് എൻ്റെ കംഫർട്ട് മേക്കപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുങ്കുമത്തിൽ കൂടിപ്പോയല്ലേ, സോറി, അതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാർ ആരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ വൈകുന്നേരം ലൈവ് ഉണ്ട്, എല്ലാവരും ലൈവിൽ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പം ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞ് മേക്കപ്പ്. അപ്പോൾ ഓക്കെ ബായ്.